തൃക്കാരൂർ മഹാദേവ ക്ഷേത്രം. പരശുരാമൻ നിർമ്മിച്ച 108 മഹാദേവ ക്ഷേത്രങ്ങളിലെ ഏറ്റവും അവസാനമായി നിർമ്മിച്ച ക്ഷേത്രമാണ് തൃക്കാരൂർ മഹാദേവ ക്ഷേത്രം. ഈ തൃക്കാരൂർ മഹാദേവ ക്ഷേത്രം വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലാണ്. പരശുരാമൻ നിർമ്മിച്ച 108 മഹാദേവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും അവസാനത്തെ മഹാദേവ ക്ഷേത്രമാണ് തൃക്കാരൂർ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവർ ആദ്യം പരശുരാമ ക്ഷേത്രത്തിൽ വലം വച്ചതിന് ശേഷം വേണം മഹാദേവ ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തുവാനും, അതിനുശേഷം ദർശനം നടത്തി ഇറങ്ങുമ്പോൾ വലം ചുറ്റി അയ്യപ്പസ്വാമിയുടെ നടയിൽ ദർശനം നടത്തിയതിന് ശേഷം പുറത്തിറങ്ങി ദേവിനടയിൽ പോയി ദർശനം ചെയ്തിട്ട് തിരിച്ച് വീണ്ടും അകത്ത് കയറി ചുറ്റമ്പലം ചുറ്റി ദർശനം, വീണ്ടും മഹാദേവൻ്റെ നടയിൽ ദർശനം എന്നാണ് ഐതിഹ്യം പറയുന്നത്. പരശുരാമൻ തൃക്കാരൂർ വന്ന് അന്തർധാനം ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരശുരാമൻ്റെ സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ മഹാദേവ ക്ഷേത്രം നമ്മുടെ പരശുരാമൻ നിർമ്മിച്ച 108 മഹാദേവ ക്ഷേത്രങ്ങളിലെ ഏറ്റവും അവസാനത്തേതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പരശുരാമൻ്റെ നടയിൽ കയറിയിട്ട് വേണം ദർശനം നടത്താനായിട്ട്. അതിനാൽ തന്നെ നമ്മൾ ദർശനവും കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പുറം ഒരു ദേവീക്ഷേത്രം വേറെ കാണാൻ പറ്റും. അത് അന്നപൂർണേശ്വരി ക്ഷേത്രമാണ് അവിടെ ഉള്ളത്. നമ്മൾ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും ദർശനം നടത്തി, നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിലും ദർശനം നടത്തി, നല്ല രീതിയിലുള്ള ദർശനവും നടത്തി. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ഇവിടെ പാർക്കിംഗ് ഏരിയ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ വണ്ടി ഇട്ടിട്ട് അധികം പേർക്ക് വന്ന് കയറാൻ പറ്റത്തില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ പാർക്കിംഗ് ഏരിയ വരുന്നത് ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇനി നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. അവിടെയാണ് ദേവീക്ഷേത്രം ഉള്ളത്. ഇപ്പോൾ നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയാൽ മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ദേവീക്ഷേത്രത്തിൽ തൊഴണമെന്നാണ് പറഞ്ഞത്. മഹാദേവ ക്ഷേത്രത്തിന് മലം ചുറ്റി തീരുന്നതിന് മുമ്പ് നമ്മൾ ദേവീക്ഷേത്രത്തിൽ തൊഴുത് വേണം വീണ്ടും മലം ചുറ്റി തീർക്കാനായിട്ട്. ഇതാണ് ഈ ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ആദ്യമായിട്ട് കാണുന്നവരേക്കും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ ക്ഷേത്രത്തിൽ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകേണ്ടതാണ്. നല്ല ക്ഷേത്രമാണ്. അപ്പോൾ പരശുരാമൻ്റെ നടയിൽ കയറി മഹാദേവ ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തി, ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തി ഇറങ്ങിയാൽ നമുക്ക് നേരെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ അപ്പുറേ അന്നപൂർണേശ്വരി ക്ഷേത്രവും ഉണ്ട്. അവിടെയും ദർശനം നടത്താൻ പറ്റും. ഇതാണ് അന്നപൂർണേശ്വരി ക്ഷേത്രം. അന്നപൂർണേശ്വരി ക്ഷേത്രം നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പം നമ്മളങ്ങനെ എല്ലാ നടയിലും ദർശനം നടത്തി ഇനി ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഒരു ഫുഡും കഴിച്ചിട്ട് ഓർത്തിരിക്കുന്നു. ചെറിയൊരു നാടൻ ടീ ഷോപ്പാണ്. അവിടെ കയറി ചായ കുടിച്ച് നമുക്ക് മടങ്ങാം. നല്ല അടിപൊളി പുട്ടും ചെറുപയറും ആയിരുന്നു ചായക്ക്. നമ്മളൊരു വിത്തൗട്ട് ചായയും പുട്ടും ചെറുപയറും മേടിച്ച് കഴിച്ച് ഇനി നമ്മളിവിടെ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.